അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 10ാമത്തെ ദിവസമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിൽ പലരുടെയും ഇന്നത്തെ സന്തോഷത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കരിനിഴലിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ കാലം അഥവാ പാസ്റ്റ്. പഴയ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം, മറ്റുള്ളവർ നമ്മളോട് ചെയ്ത അനീതികൾ, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച ട്രോമകൾ. ശരീരം ഇന്ന് ജീവിക്കുമ്പോഴും മനസ്സിപ്പോഴും ആ പഴയ കാലത്ത് തന്നെ തളച്ചിട്ട അവസ്ഥ. അന്നത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അയാൾ എന്നോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ചിന്തകൾ നമ്മുടെ സമാധാനത്തെ കാർന്നു തിന്നുന്നു. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയാം, കഴിഞ്ഞുപോയ കാലം ഒരു മരിച്ച ശരീരം പോലെയാണ്. അതിനെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ ആ ഓർമ്മകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാൻ, അൺചേഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയും. ഈ കഠിനമായ ഓർമ്മകളെ എങ്ങനെ നേരിടാമെന്നും അവയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നും 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി കഴിഞ്ഞ കാല ഓർമ്മകളുടെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജി അനുസരിച്ച് നമ്മളൊരു വേദനയിലൂടെയോ ഒരു ട്രോമയിലൂടെയോ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല ആ വേദനയെ തീവ്രമായി രേഖപ്പെടുത്തി വെക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും സമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ ബ്രെയിൻ ആ പഴയ വേദനയെ വീണ്ടും ഉണർത്തും. ഇതിനെയാണ് നമ്മൾ ഫ്ലാഷ് ബാക്സ് അല്ലെങ്കിൽ ട്രിഗറിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓർമ്മകൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാം നമ്മളോട് കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുന്നത് അത് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ കൊതിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക, നീ അശക്തനാകരുത്. നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് നീ പറയരുത്. മറിച്ച് അള്ളാഹു നിശ്ചയിച്ചതാണ്, അവൻ ഉദ്ദേശിച്ചത് സംഭവിച്ചു എന്ന് പറയുക. കാരണം എങ്കിൽ അതല്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്നത് അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കുന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ ഓർത്ത് വേവലാതിപ്പെടുന്നതിന് പകരം അത് പിശാചിൻ്റെ വഴിയാണെന്ന് ഓർക്കുക, അതിനെ പൊരുത്തപ്പെടുക എന്നതാണ് ആദ്യപടി. കഴിഞ്ഞ കാല ഓർമ്മകളിൽ നിന്ന് മോചനം നേടാനുള്ള 5 വഴികൾ. ഒന്നാമത്തേത് സ്വീകാര്യത, ആക്സെപ്റ്റൻസ് തിയറി എന്ന് പറയും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നിർത്തുക. സൈക്കോളജിയിൽ ഇതിനെ റാഡിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറയും. സംഭവിച്ചത് സംഭവിച്ചു, അതിനെ എനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന പൂർണ്ണമായും അംഗീകരിക്കുക. അത് തെറ്റാണെങ്കിൽ പോലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ അംഗീകാരമാണ് നിങ്ങളുടെ ഒരു ഹീലിങ്ങിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്കും സ്വയവും മാപ്പ് നൽകുക, ഫോർഗിവ്നെസ് എന്ന് പറയും. നിങ്ങളെ വേദനിപ്പിച്ചവരോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ഭാരമായി മാറും. അവരെ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല മാപ്പാക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ്. ഖുർആനിൽ പറയുന്നു, അവർ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയും ചെയ്യട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം, സ്വന്തം തെറ്റുകൾ അള്ളാഹുവോട് തൗബ ചെയ്ത് സ്വയം മാപ്പ് നൽകുക എന്നതാണ്. അതിനെ സൈക്കോളജിയിൽ സെൽഫ് ഫോർഗിവ്നെസ് എന്ന് പറയാം. അള്ളാഹു എനിക്ക് പുറത്തു തരുന്നു എന്നുള്ള ഒരു വിശ്വാസം. ഇനി മൂന്നാമത്തെ കാര്യം, ട്രോമ റിലീസിങ് വ്യായാമങ്ങളാണ്. അതായത് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലാണ് കെട്ടിക്കിടക്കുന്നത്, അതായത് മസിൽസ് ആൻഡ് ന്യൂറോ സിസ്റ്റംസിൽ. സൈക്കോളജിയിൽ ട്രോമ റിലീസിങ് എക്സസൈസ് അല്ലെങ്കിൽ സൊമാറ്റോ ഇമോഷണൽ റിലീസ് എന്ന് പറയും. നിങ്ങളൊരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. അതായത് യോഗ, അതുമല്ലെങ്കിൽ സാവധാനമുള്ളൊരു ഓട്ടം, അല്ലെങ്കിൽ നല്ല കഷ്ടപ്പാടുള്ള ജോലികൾ ചെയ്യുന്നത് വഴി ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും മനസ്സ് ലഘുവാവുകയും ചെയ്യും. നാലാമത്തെ കാര്യം, സതുദ്ദേശത്തോടെയുള്ള ഓർമ്മകൾ, മീനിങ് മേക്കിംഗ് എന്ന് പറയും. ആ കൈപ്പേറിയ ഓർമ്മകൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ് സൃഷ്ടാവ് നൽകിയത് എന്നുള്ള ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സൈക്കോളജിയിൽ ഇതിനെ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയും. ആ ട്രോമയിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു,
എങ്ങനെയാണത് നിങ്ങളെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത് എന്ന് ആലോചിക്കുക. ആ വേദനകളെ ഒരു വിജയ കഥയുമായി കാണുക. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവാണ് സർവശക്തൻ എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ സർവജ്ഞൻ എന്നുള്ള ഒരു ചിന്ത. ട്രസ്റ്റ് ഇൻ അള്ളാഹ്സ് പ്ലാൻ. എല്ലാത്തിനും ഉപരിയായി ഖദറിൽ വിശ്വസിക്കുക. ഖുർആൻ പറയുന്നു, നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടതായിരിക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കില്ല. നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെടാതെയായിരിക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും എന്നുള്ളത്. എല്ലാം അള്ളാഹു അറിയുന്നു, എന്നാൽ നിങ്ങളൊന്നും അറിയുന്നില്ല. ആ സമയത്ത് അത് സംഭവിക്കണം എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. അതിലെനിക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ഈ ചിന്ത നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും അള്ളാഹുലേക്ക് വരമേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, തവക്കുൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് അഥവാ പ്രാക്ടീസ് എന്നുള്ളത്, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന ഒരൊറ്റ ഓർമ്മ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതൊരു പേപ്പറിലേക്ക് എഴുതുക. ആ എഴുതി കഴിഞ്ഞ ശേഷം ആ പേപ്പർ കീറിക്കളയുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യുക. ഒപ്പം മനസ്സുകൊണ്ട് പറയുക, ഇത് കഴിഞ്ഞുപോയി, ഇതിനി എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ ഒരധികാരവുമില്ല എന്നും പറയുന്നത് പോലെ അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു അധ്യായമായിരുന്നു എങ്കിൽ നിങ്ങളുടെ ഭാവി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു പുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതാൻ തുടങ്ങുക. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ യാത്രയിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കാം. നാളെ തുമൈനീന സീരീസിൻ്റെ 11ാം ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.